ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയിച്ചു കയറാൻ അർജന്റീനക്ക് സാധിച്ചു. അപ്പോൾ ആദ്യ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ബാർക്കോ ആണ്. അപ്പം പിന്നെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ലൗട്ടറോ മാർട്ടിനസിന്റെ ഒരു ഫൗളിങ് ഇൻസ്റ്റന്റിലൂടെ ഉള്ളൊരു പെനാൽറ്റി മെസ്സി ഗോളാക്കി മാറ്റിയുണ്ടായിരുന്നു. മൂന്നാമത്തെ ഗോൾ വരുന്നത് ഡിപ്പോളിന്റെ ഒരു അസിസ്റ്റിൽ നിന്നാണ് അൽമാഡ ഗോൾ അടിക്കുന്നത്. അപ്പം ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ മെസ്സി ഫ്രണ്ട്ലിയിൽ ഇറങ്ങുന്ന ആദ്യ കളിയാണ്. ഫിറ്റായിട്ടുള്ള ശേഷം മെസ്സി ഇറങ്ങുന്ന കളിയിൽ തന്നെ ഗോൾ അടിക്കാനും മെസ്സിക്ക് സാധിച്ചു. അപ്പം വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ടീം സ്ട്രക്ചറും ടീമിൻ്റെ ഫോമും ഒക്കെ നല്ല രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പം വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർജന്റീന എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അർജന്റീനയുടെ കറണ്ട് സ്ക്വാഡിൽ നിന്ന് ഒളിമ്പിക് ലിയോൺ പ്ലെയർ ആയിട്ടുള്ള ബെല്ലേഡി ഔട്ടായിട്ടാണുള്ളത്. അപ്പം ഇന്നാണ് അതിനൊരു റീപ്ലേസ്മെൻറ്റ് അനൗൺസ്മെൻറ്റ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം ബെല്ലേഡിക്ക് റീപ്ലേസ് ആയിട്ട് ഇനി ആര് ടീമിലേക്ക് എടുക്കുന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം സെനേസിയെ വീണ്ടും ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം മെസ്സിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇനിയും വേൾഡ് കപ്പിൽ അർജന്റീന എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ലോക ചാമ്പ്യന്മാരായിട്ട് 1ാം സ്ഥാനത്തായിക്കൊണ്ടാണ് അർജന്റീന വേൾഡ് കപ്പ് ഈ ടൂർണമെന്റിലേക്ക് എത്തുന്നത്.